ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പൊ ഞങ്ങള് അങ്ങനെ പോവാണ് കേട്ടോ. എല്ലാരും ഹായ് പറയൂ. അപ്പൊ നമ്മള് ഇന്ന് ലേഡീസ് ഓൺലിയാണ് യാത്ര. ഡ്രൈവർ അപ്പൊ ഞങ്ങളൊന്ന് പണം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ പോവുകയാണ്. കൊണ്ടയാക്കാൻ പോയത് ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ഞങ്ങള് രാത്രിയാണ് വരുന്നത്. അപ്പൊ ഞങ്ങള് ലുലുക്ക് പോവുകയാണ് ഞങ്ങള്. അപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട് കൊണ്ടോട്ടിയിൽ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഇപ്പൊ നമ്മളൊരു തട്ടുകടയില് ഇതെവിടെ കാലിക്കറ്റ് എത്തി. നമ്മള് സീഗോ മഹൽ ഫാമിലി റെസ്റ്റോറന്റ്. അതിന്റെ അപ്പുറത്താക്കണേ ചായന്റെ സംഭവം. എടീ ചായ ഉണ്ട്, അവിൽ മിൽക്ക് ഉണ്ട്, ഫലൂദ ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ ഇവിടെ എന്താ ഓലയില് പൊഞ്ഞിട്ട് എന്താ സംഭവം? ഈ ഓലി പൊഞ്ഞ മുട്ടായി എന്താ? പുളിമുട്ടായിയാ തോന്നുന്നുണ്ട് അല്ലേ? അത് ലാസ്റ്റ് നോക്കാം, നമുക്ക് ചായ ഇട്ടിട്ട് പോകുമ്പോ നിർത്തുവാകാം. അപ്പൊ നമ്മള് എന്തൊക്കെയാണ് ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് വാങ്ങി. എന്താണ് ചിക്കൻ? ഇത് ചിക്കന്, അത് വെച്ച്. എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഇതല്ലേ സാൻഡ്വിച്ച് അല്ലേ? പ്ലേറ്റ് ഉണ്ട് കേട്ടോ. പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റ് അതറന്നോട്ടെ. അപ്പൊ അതാ എന്തൊക്കെയാണ് നമുക്ക് ഇത് സംഭവമുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് മധുരം. ഇത് ചട്ടിപ്പത്തിരിയാണ് മധുരത്തിന്റെ. ഇത് ബ്രെഡ് പോളയാണ്. അപ്പൊ ഞാൻ സാൻഡ്വിച്ച് ആണോ നോക്ക് മറ്റത്? അപ്പൊ എല്ലാവർക്കും ചായ കടി കിട്ടി. ചായ വരുമ്പോക്കിനും കടിപ്പത്തി ഇപ്പൊ നമ്മളെ കോഫി ഹോർലിക്സും ഒക്കെ ഓർഡർ ചെയ്തൊക്കെ വന്ന് എല്ലാവരും കഴിച്ച് ഫുള്ളായിട്ടോ. കോഫി ഭയങ്കര ചൂടാണ്. അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഹോർലിക്സ് ആണ് സിയമോളും. അപ്പൊ നമ്മളിതാ 2 ഓലപ്പടക്കം വാങ്ങിക്കണത്. എന്താ ഉള്ളില് നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു പുളിമുട്ടായി ആണ്. അതൊന്ന് തുറന്നാണ്. ഓപ്പണാക്കി. ഈ ഓലപ്പടക്കത്തിന്റെ ഉള്ളിൽ എന്താണ്? പുളിമുട്ടായി ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അവിടെ ഇരുന്നോളി, തരും നോക്കട്ടത് എന്താണ്. അൺബോക്സിങ് കാണാൻ മാറി ഇങ്ങോട്ട് ഇരിക്കൂ. അത് തുറന്നിട്ടോട് വരുന്നില്ലല്ലോ. കവറൊക്കെ ഉണ്ടല്ലേ? പാക്കിംഗ് ഒക്കെ ഞാൻ ജസ്റ്റ് ആ ഓലന്റെ ഉള്ളിലാണ്. ആകെ ഓപ്പൺ ആക്കണ്ട. അവിടെ നിക്കണേ പുളിമുട്ടായി അല്ല നോക്കട്ടെ. എന്നിട്ട് ശർക്കരയും പുളിയും കൂടിയുള്ള പുളിമുട്ടായി അല്ല, തേങ്ങയും ശർക്കരയും കൂടിയുള്ള മുട്ടായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ എന്താ മറ്റേ കാക്കാന്റെ കടയിത്തെ കുഞ്ഞാങ്ങാക്കാന്റെ അവിടുത്തെ. അങ്ങനെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു. ഇവിടെ രാമനാട്ടുകര ഞങ്ങള് എത്തി. ഞങ്ങള് ലുലു മാൾക്കാണ് കേട്ടോ പോണത്. അപ്പൊ നമ്മളങ്ങനെ പന്തീരാങ്കാവ് ഒരു ഉള്ളേരിയ കൂടെ ഇങ്ങനെ പോകാൻ കേട്ടോ. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിന് വരുന്നത്. ഇത് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇവിടെ അല്ല. അങ്ങനെ നമ്മളെ തിരക്ക്, ഭയങ്കര തിരക്ക്. ലുലുവിന്റെ അടുത്തേക്ക് 1 മണിക്കൂർ
അടുത്തന്നെ കറങ്ങിട്ടോ. അടുത്തന്നെ ഞങ്ങളെ 1 മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. ഭയങ്കര തിരക്കാണ്, രക്ഷയില്ലാത്ത തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇനി 2 മിനിറ്റാണ് ഇത് കാണിക്കണത്. എത്തി തുടങ്ങിക്കണേ. ആക്കണ ഫ്രണ്ടിലാവും. അങ്ങനെ നമ്മള് കോഴിക്കോട് ലുലുവിലെത്തി. ഭയങ്കര തിരക്കാണ് ഇട്ടത്. ആക്കണ വണ്ടി പോണ അപ്പൊ ഇതാ നമ്മളങ്ങനെ ലുലുക്ക് എത്തിട്ടോ. നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ട് നമ്മളെ ലുലു. നിങ്ങൾക്ക് ഈ ഉമ്മാന്റെ കുഞ്ഞാൾമാന്റെ വാഴച്ചെടിയൊക്കെ കുഞ്ഞാൾമാന്റെ വാഴച്ചെടി അടിപൊളിയായിട്ട് അങ്ങനെ വെച്ചിട്ട്. അപ്പൊ ഇതാണ് മോഡലില്ലേ ഈ ചെടി. ഇതെന്താ നോക്ക്, വേറൊരു ചെടിയടി, മറ്റേ എന്താ അതിന്റെ പോലെ മുളകും തൈ ഇല്ലേ, അത് വേറെ വെറൈറ്റി. ഇത് നമ്മൾ കാണാത്തത് മുരിങ്ങന്റെ ഇല പോലെ ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ ഇതില്. കേട്ടോ, അതാ മരല്ലേ, ആ മരത്തിന്റെ ചെടി ഉണ്ടോക്കി. ഇത് ശരിക്കും ആ മരത്തുമ്മലല്ലേ ആ ചുവപ്പും മഞ്ഞ അത്ര വലിയ പൂണ്ടാകുക, അതിന്റെ ചെറിയ വലിപ്പില്ലാത്ത ചെടി. ലൈറ്റുകൾ ഇട്ടിട്ടാണെങ്കിൽ ലൈറ്റ് ചെടീൻ്റെ ഉള്ളിൽ ഹോസ്റ്റലിന്റെ പോലെ കുട്ടികൾക്ക് ടൈം പാസ്സാണ്. ഓർക്കൊരു ടൈം പാസ്. അവിടെയൊക്കെ കുട്ടികൾ ഹോസ്റ്റലിലത്തെ കുട്ടികളാണ്. 8 മണി ആയി. ഫൈനലി നമ്മളങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. അപ്പൊ നമ്മക്ക് എന്നാ ലുലുന്ന് കൂടാ. ഓക്കെ, എല്ലാം ഉണ്ടോ? കൈ പിടിക്കാനാണ് കാളില്ല. എന്റെ കൈ പിടിച്ചോ. ഞാൻ മിരിക്കാണ് ഞാൻ. എവിടെ തിരക്കേ? ആ പറയുമ്പോ മുന്നേ കിടക്കും. അപ്പൊ ഞങ്ങളൊരു വലിയ പർച്ചേസിങ് കഴിഞ്ഞ് കുറേ കുബൂസ് വാങ്ങി. കുറേ കുബൂസ്, 1, 2, 3, 4, 5 കുറെ എല്ലാവർക്കും കുബൂസ് കിട്ടി. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോകാണ് കേട്ടോ. വലിയൊരു സാധനപ്പവും കുറേ കുബൂസും. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകാണ്. ഞങ്ങൾ എങ്ങോട്ടാ പോണേ? എയർപോർട്ടിലേക്ക്. ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങള് വന്ന സ്ഥലത്തേക്ക് പോകാണ്, എയർപോർട്ടിലേക്ക് പോകാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിന്റെ അവിടെ എത്തി. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് ഇപ്പൊ അവിടെ പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് എയർപോർട്ടിലെത്തി. ഇപ്പൊ ഇവിടെ പുറത്തിറങ്ങി നിക്കണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി. എന്നും എയർപോർട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് പിക്ക് ചെയ്യണത്. ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കണം. ഇവിടെ എവിടെയോ അതാ എവിടെ എവിടെ അതുവാണെങ്കിൽ കേറുന്നല്ല ഏത് ഭാഗത്താണോ പുറത്തിറങ്ങട്ടെ. ഇങ്ങോട്ട് അങ്ങോട്ട് കേറി അങ്ങോട്ട് അങ്ങോട്ട്
അവിടെ വിളിച്ചത് എങ്ങനെ ഞങ്ങള് കാണണേ? എവിടെ? ഇതാക്കണേ. ആ ശരി. ഇവിടെ 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 എത്തി. അപ്പൊ അങ്ങനെതാ ഞങ്ങള് അതൊക്കെ ഡിക്കിന്ന് ഇറങ്ങിയടാ. അപ്പൊ അങ്ങനെ ഞങ്ങളിതാ എല്ലാം ആക്കി പോവുകയാണ്. ഞാൻ ഇവിടുന്ന് ഓട്ടോറിക്ഷ വെച്ച് തരാന്. ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ആ ചെക്കന്മാരെ വിളിച്ചതാണ്. അതെന്താ സംഭവം എന്നറിയോ? അപ്പൊ അതാ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പൊ ഞമ്മളിതാ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? റിവ്യൂ പറയും. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഉണ്ടായിരുന്നോ? അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്ത ബെല്ലിൽ ക്ലിക്ക് അടിച്ചു പൊട്ടിക്കാം. ചെയ്യാ. അപ്പൊ നമ്മള് പോകട്ടെ. ബൈ ബൈ. അവിടെ ഇരിക്കപ്പാ. അപ്പൊ